ലോകത്തിലെ ഏറ്റവും മലിനമായ ഇടം ഏതാണ്? അത് അന്വേഷിച്ച് വേറെ എവിടേക്കും ഇനി പോകേണ്ട. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന രാജ്യങ്ങൾ ഇന്ന് ലോകമെമ്പാടും ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. 6th ആനുവൽ എയർ ക്വാളിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും എയർ പൊല്യൂട്ടഡ് വായു മലിനമായ രാജ്യം ബംഗ്ലാദേശാണ്. പിന്നാലെ തന്നെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ഇന്ത്യയും 2-3 സ്ഥാനങ്ങളിലുണ്ട്. തമ്മിൽ കണ്ടാൽ കടിച്ചു കീറാൻ നിൽക്കുകയാണെങ്കിലും ഈ നാണംകെട്ട റേസിൽ ഇന്ത്യയും പാകിസ്ഥാനും തോളോട് തോൾ ചേർന്ന് പോരാടുകയാണ്. ബംഗ്ലാദേശിന് തൊട്ടു പിന്നാലെയായി പാകിസ്ഥാൻ 2ാം സ്ഥാനം കൊണ്ടുപോയപ്പോൾ തുടർച്ചയായ 4ാം തവണയും മോസ്റ്റ് പൊല്യൂട്ടഡ് ക്യാപിറ്റൽ എന്ന സ്ഥാനം ഡൽഹി ഇത്തവണയും നിലനിർത്തി. മാത്രമല്ല ബീഹാറിന്റെ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ബേഗുസരയാണ് ലോകത്തിലെ ഏറ്റവും മലിനമായ പട്ടണം. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് ഈ റീജിയന്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം ഈ പർട്ടിക്കുലർ റീജിയനിൽ തന്നെ സംഭവിക്കുന്നത്? ഇതിന്റെ ഭവിഷ്യത്ത് നമ്മുടെ ഭാരതത്തെ, ലോക ജനസംഖ്യയെ തന്നെ എത്ര ആഴമായ രീതിയിലാണ് ബാധിക്കുവാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കാരണം കൊണ്ട് മാത്രം നമ്മൾ ഓരോരുത്തരുടെയും ആയുസ്സിൽ നിന്ന് പല വർഷങ്ങൾ നാം അറിയാതെ തന്നെ നഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ലോക ഭൂപടം ഒന്നെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം ഈ ഒരു പർട്ടിക്കുലർ റീജിയൻ ആണ് ലോകത്തിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു റീജിയൻ. ഏറ്റവും കൂടുതൽ ജനസംഖ്യ തിങ്ങിപ്പാർക്കുന്നതായിട്ടുള്ള ഒരു ഭാഗം. സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയും ബംഗ്ലാദേശും പാകിസ്ഥാനും എല്ലാം അടങ്ങുന്ന ഈ ഭാഗം ഒരുപക്ഷെ പണ്ട് വിഭജിച്ച് പല രാജ്യങ്ങളായിരുന്നില്ലെങ്കിൽ ഇന്ന് ലോകത്തിലെ ഒരു രാജ്യങ്ങൾക്കും പോപ്പുലേഷന്റെ കാര്യത്തിൽ നമ്മുടെ 7 അയലത്ത് പോലും എത്താൻ സാധിക്കില്ലായിരുന്നു. റഫ്ലി ഏകദേശം 100-150 കോടിയോളം വരും ഇവിടുത്തെ മാത്രം ജനസംഖ്യ. എന്നാൽ വളരെ സങ്കടകരമായ കാര്യം എന്തെന്നാൽ ഇത്രയും വലിയൊരു ജനസംഖ്യയ്ക്ക് ശ്വസിക്കുവാൻ ശുദ്ധവായു ഇല്ലെന്നതാണ്. സ്വിസ് ഓർഗനൈസേഷൻ IQ-AIR വർഷാവർഷം പുറത്തിറക്കുന്ന വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് ഇത്തവണ പുറത്തു വന്നപ്പോൾ ലോക ശ്രദ്ധ മുഴുവൻ ഈ ഒരു റീജിയനിലേക്കായി. നമുക്ക് കാണാം ഇവിടെ ഈ കാണുന്ന നമ്പർ എത്ര പൊല്യൂട്ടൻസ് മൈക്രോഗ്രാം പെർ ക്യൂബിക് മീറ്ററിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നതാണ്. ഒന്നാമത് നിൽക്കുന്ന ബംഗ്ലാദേശിൽ ലിറ്ററലി വായു മലിനീകരണം വളരെ രൂക്ഷമാണ്. അതുപോലെ തന്നെ പാകിസ്ഥാനിലും. ഇവരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ റിലേറ്റീവ്ലി ഇന്ത്യയിൽ പൊല്യൂഷൻ അല്പം കുറവാണ്. എന്നാൽ ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് പല മടങ്ങ് അധികമാണ്. ഈ പർട്ടിക്കുലർ റീജിയന്റെ കാര്യമെടുത്താൽ നമുക്ക് കാണാം അയൽരാജ്യമായ നേപ്പാളും ഇക്കാര്യത്തിൽ അത്ര പുറകിലല്ല എന്ന്. പോപ്പുലേഷൻ കുറവാണ്, ഇൻഡസ്ട്രിയലൈസേഷൻ അത്രയൊന്നുമില്ല എങ്കിലും നേപ്പാൾ ഇവിടെ 8ാം സ്ഥാനത്ത് തന്നെയുണ്ട്. നാം താഴേക്ക് ഏറ്റവും കുറഞ്ഞ എയർ പൊല്യൂഷൻ ഉള്ള രാജ്യം ഏതെന്ന് നോക്കുകയാണെങ്കിൽ അവ ഒന്നെങ്കിൽ ഐലൻഡ് കൺട്രീസ് ആയിരിക്കും, അതുമല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊന്നും അടുത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെയുള്ള രാജ്യങ്ങളായിരിക്കും. നമുക്ക് കാണാം ഫ്രഞ്ച് പോളിനേഷ്യ, മൗറീഷ്യസ്, ഐസ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ. ഈ റിപ്പോർട്ടിനെ നാം വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എയർ പൊല്യൂഷൻ കൊണ്ട് മാത്രം ഇന്ത്യ, ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ അടങ്ങുന്ന മുഴുവൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെയും കാര്യമെടുത്താൽ, കാരണം നേപ്പാളും ഇതിൽ വരുന്നുണ്ട്, ഇവിടുത്തെ ജനങ്ങളുടെ ലൈഫ് എക്സ്പെക്ടൻസി, അതായത് ഒരാൾ എത്ര വർഷം വരെ ജീവിച്ചിരിക്കുമെന്നത് ഓൺ ആൻ അവറേജ് 5 വർഷം വെച്ച് കുറയുകയാണ്. അതായത് 70 വയസ്സ് വരെ ജീവിച്ചിരിക്കേണ്ട ഒരാൾ വായു മലിനീകരണം കാരണം ഇനി 65 വയസ്സ് വരെ ജീവിച്ചിരിക്കുള്ളൂ എന്ന്. മാത്രമല്ല നിങ്ങൾ ഇന്ത്യയിൽ തന്നെ ചില പ്രത്യേക നഗരങ്ങളിൽ താമസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അതിൽ കൂടുതൽ വർഷം എയർ പൊല്യൂഷൻ കാരണം നഷ്ടമായേക്കാം. ഇത് ചിക്കാഗോ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റഡി റിപ്പോർട്ടാണ്. നിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുകയാണെങ്കിൽ ജീവിതത്തിന്റെ 5 വർഷമാണ് വായു മലിനീകരണം കാരണം നഷ്ടപ്പെടുക. അതേസമയം വേൾഡ് മോസ്റ്റ് പൊല്യൂട്ടഡ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ ജീവിതത്തിന്റെ 12 വർഷമായിരിക്കും എയർ പൊല്യൂഷൻ കാരണം നിങ്ങൾക്ക് നഷ്ടമാവുക. 12 വർഷം എന്നാൽ ചെറിയൊരു കാര്യമല്ല, ജീവിതത്തിന്റെ വലിയൊരു ഭാഗം തന്നെയാണ്. ഇന്ത്യ, ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ശരാശരി ആയുർദൈർഘ്യം എടുത്താൽ, അതായത് ഒരാൾ എത്ര വർഷം വരെ ജീവിച്ചിരിക്കുമെന്നത് കണക്കാക്കിയാൽ അത് ഓൾറെഡി വേൾഡ് ആവറേജിനും താഴെയാണ് നിൽക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്ടൻസി ഉള്ള രാജ്യങ്ങൾ ഹോങ്കോങ്, മക്കാവു, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ്. ഇവിടുത്തെ മനുഷ്യർ ശരാശരി 80-85 വർഷം വരെ ജീവിച്ചിരിക്കുന്നു. അതേസമയം ഇന്ത്യയിൽ ഒരു മനുഷ്യൻ ശരാശരി 72-73 വയസ്സുവരെ ജീവിച്ചിരിക്കുന്നുള്ളൂ. ആ വ്യക്തി ഇന്ത്യയിലെ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് വീണ്ടും 12 വർഷം കൂടി കുറയും. അതായത് പിന്നീട് ആ മനുഷ്യന്റെ ആയുസ് ശരാശരി 50 വർഷം മാത്രമായിരിക്കും. വളരെ ഭീകരമായ ഒരു അവസ്ഥയാണിത്. ഒരു മനുഷ്യൻ തന്റെ ആയുസിന്റെ വലിയൊരു ഭാഗം പൊല്യൂഷൻ കാരണം നഷ്ടപ്പെടുത്തുന്നു. അയൽ രാജ്യമായ പാകിസ്ഥാന്റെ കാര്യം അതിലും കഷ്ടമാണ്. പാകിസ്ഥാന്റെ ലൈഫ് എക്സ്പെക്ടൻസി 67 വയസ്സാണ്. ഇതിൽ നിന്ന് 5-6 വർഷം പോയാൽ ശരാശരി 60 വർഷം മാത്രമേ ഒരു പാകിസ്ഥാനി ജീവിക്കുള്ളൂ എന്ന് നമുക്ക് കാണാം. ബംഗ്ലാദേശിന്റെ കാര്യവും മറ്റൊന്നല്ല. നാം ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇനി മറ്റേതെങ്കിലും രാജ്യത്ത് പോയി താമസിച്ചാൽ എയർ പൊല്യൂഷന്റെ, മലിനമായ വായുവിന്റെ ഇമ്പാക്ട് നമ്മുടെ ശരീരത്തെ ബാധിക്കില്ല എന്ന്. എന്നാൽ അങ്ങനെയല്ല. ആവറേജ് ഗ്ലോബൽ ലൈഫ് എക്സ്പെക്ടൻസി കണക്കാക്കുന്നത് 73-74 വയസ്സുവരെ ഒരാൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമെന്നാണ്. ഇത് പ്രാക്ടിക്കലി അല്പം കൂടി കൂടുതലാണ്. കാരണം ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിലെ ലൈഫ് എക്സ്പെക്ടൻസി വളരെ കുറവായതിനാൽ ആവറേജ് എടുക്കുമ്പോൾ അതിലും ഈ കുറവ് കാണാം. ഇതിൽ നിന്നും 2 വർഷമാണ് ലോകത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിലും പോയി താമസിച്ചാലും എയർ പൊല്യൂഷൻ കാരണം നഷ്ടമാകുവാൻ പോകുന്നത്. എവിടെ 2 വർഷം, എവിടെ കിടക്കുന്നു 10-12
വർഷം. അതുകൊണ്ട് തന്നെ നാം ഇന്ത്യക്കാർ ഇക്കാര്യത്തെ വളരെ ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. നമ്മൾ ആരും സുരക്ഷിതരല്ല. മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റീസിന്റെ പട്ടികയിൽ വളരെയധികം ഇന്ത്യൻ പട്ടണങ്ങളുണ്ട്. വളരെയധികം എന്ന് പറഞ്ഞാൽ ഏകദേശം 80%. ലോകത്തിലെ മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റീസിന്റെ കണക്കെടുത്താൽ 100-ൽ 80 ഇന്ത്യയിലാണ്. റീസെന്റ് റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം ലോകത്തിലെ ഏറ്റവും മലിനമായ പട്ടണം ബേഗുസരായ് ഉൾപ്പെടെ ഇന്ത്യയിലാണ്. നമുക്ക് എവിടെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ വായു ഇത്ര മലിനമാകുവാൻ കാരണം എന്താണ്? ഇതേപ്പറ്റി അല്പം ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഇന്ത്യ ഈസ് എ ഗ്രോയിങ് കൺട്രി, ഫ്യൂച്ചർ മാനുഫാക്ചറിംഗ് ഹബ് എന്നൊക്കെ പറയാമെങ്കിലും ഇതിന്റെ മറ്റൊരു വശം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകമെമ്പാടും നിന്നുള്ള ഈ കണക്കുകൾക്കായി ഉപയോഗിക്കുന്ന ഡേറ്റ വളരെ ലിമിറ്റഡ് സോഴ്സിൽ നിന്നുമുള്ളതാണ് എന്നതാണ്. എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ പ്രോപ്പർ എക്യുപ്മെന്റ് ആവശ്യമാണ്. ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ ചിലവ് വരുന്ന ഒരു കാര്യമാണിത്. ഇന്ത്യയിൽ മൊത്തം 256 സിറ്റികളിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ പ്രോപ്പറായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതേസമയം അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ വെറും 2 ഇടത്താണ് ഇവർ മോണിറ്റർ ചെയ്യുന്നത്. എന്നിട്ട് തന്നെ ഇതാണ് അവസ്ഥ. പിന്നെ പട്ടിണിയും പരിവട്ടവുമായിട്ടുള്ള പാകിസ്ഥാന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. വെറും 10-ൽ താഴെ ഇടത്ത് മാത്രമാണ് ഇവരും ഇത് മോണിറ്റർ ചെയ്യുന്നത്. അതേസമയം നാളെ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് നമ്മളുടെ അയൽ രാജ്യങ്ങളിലും ആഫ്രിക്ക, സൗത്ത് അമേരിക്ക തുടങ്ങിയ കോണ്ടിനെന്റുകളിലും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിനുശേഷം മൊത്തം ലോകത്തിന്റെ കണക്കുകൾ എടുത്തു നോക്കിയാൽ ഇന്ത്യയുടെ അവസ്ഥ ഇത്ര പരിതാപകരമായിരിക്കില്ല എന്ന് കാണാം. നിലവിൽ ഇന്ത്യയുടെ അവസ്ഥ എന്തെന്നാൽ ഇക്കാര്യത്തിൽ മാത്രമല്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇത് തന്നെയാണ്. കാരണം നാം ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നാം ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമാണോ? അല്ല. തീർത്തും ദരിദ്രമായ ഒരു രാജ്യമാണോ? അതുമല്ല. ഈ ഇടയ്ക്കുള്ള അവസ്ഥ കാരണം ബാക്കി റീജിയനിലെ പല കാര്യങ്ങളും ലോകത്തിന് മുന്നിലേക്ക് അത്ര വരാറില്ല. വികസിത രാജ്യങ്ങളിലെ പല ഇഷ്യൂസും അവർ തന്നെ മുക്കും. ദരിദ്ര രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾക്ക് ആരും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറുമില്ല. ഇവിടെ തന്നെ നമുക്ക് കാണാം മൊത്തം ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിന്റെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വെറും 71 ഇടത്ത് മാത്രമേ കണക്കാക്കുന്നുള്ളൂ. അതേപ്പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വേൾഡ് ഡേറ്റ 100% കൃത്യമാണെന്ന് പറയുവാനും പറ്റില്ല. എന്നിരുന്നാലും നാം ഇതേപ്പറ്റി ജാഗരൂകരാകേണ്ടത് ആവശ്യമാണ്. ഇന്ത്യയിലെ ഏകദേശം എല്ലാ മെയിൻ സിറ്റികളിലും എയർ ക്വാളിറ്റി ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഗവൺമെന്റും ഇതിൽ അത്യന്തം ജാഗരൂകരാണ്. 2019 രാജ്യത്ത് ഒരു നാഷണൽ ക്ലിയർ എയർ പ്രോഗ്രാമിന് രൂപം കൊടുത്തിട്ടുണ്ട്. ഈ വർഷം മുതൽ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ കർശന നിർദ്ദേശപ്രകാരം രാജ്യത്തെ വായുമലിനീകരണത്തെ 20-30% കുറയ്ക്കുവാനായി ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ജിയോപൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണുന്നതുവരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.